ഇക്ബാലിലേക്ക് കൂടി എത്തിയാൽ. ഇക്ബാൽ, ഇപ്പോൾ മാട്ടായി വനമേഖലയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മാട്ടായി വനമേഖലയോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിനരികിലാണ്. പക്ഷേ അവിടെ വെളിച്ചമില്ലാതെ, നമുക്ക് എത്ര പരിചയമായ പ്രദേശമാണെങ്കിൽ പോലും വെളിച്ചമില്ലാതെ ഈ ഇരുട്ടത്ത് അധിക ദൂരം ചെന്താമരയെ പോലെ ഒരാൾ കഴിഞ്ഞ 34 മണിക്കൂറായി ഭക്ഷണം പോലും കഴിക്കാതിരിക്കുന്ന ഒരാൾക്ക് പോകാൻ കഴിയുമോ? അവിടേക്കാണ് അപ്പോൾ പോലീസുകാർ വന്നത്. അപ്പോഴാണ് അവിടെ നിന്നാണ് പോയത്. അവരുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഈ മാട്ടായ കോളനിക്ക് സമീപത്താണ്, അതായത് കരിമാറ മേഖലയിലാണ് ചെന്താമരയുടെ സഹോദരിയുടെ വീടുള്ളത്. ആ മേഖല കേന്ദ്രീകരിച്ച് തിരച്ചിലിന് വേണ്ടി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ മാട്ടായ മേഖല മുഴുവൻ അരിച്ചുപെറുക്കി പോലീസ് ഇപ്പോൾ ചെന്താമരയ്ക്ക് വേണ്ടി ഇപ്പോൾ പരിശോധന തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മാട്ടായി ഈ വനത്തിനകത്തേക്ക് പോലീസ് കയറുകയാണ്. തൊട്ടപ്പുറത്തുള്ളത് ഘോരവനമാണ്. ആ വനവുമെല്ലാം വകവെച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് തിരച്ചിലിന് വേണ്ടി കയറുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ മേഖലകളിലേക്ക് പോലീസ് തിരച്ചിലിന് വേണ്ടി കയറുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രാത്രിയോടുകൂടി ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചെന്താമരയ്ക്ക് വേണ്ടി ഓരോ മേഖലയും കേന്ദ്രീകരിച്ച് പതിയിരിക്കാൻ സാധ്യതയുള്ള കാട്ടുചെടികൾക്കിടയിൽ തിരയുന്നു. പക്ഷേ ചെന്താമരയെ കാണാനില്ല. കഴിഞ്ഞ 34 മണിക്കൂറായി ചെന്താമര ഇരട്ടക്കൊലപാതകം നാടിനെ നടുക്കി ചെയ്തതിനു ശേഷം അപ്രത്യക്ഷനായിരിക്കുകയാണ്. പോലീസ് തിരയാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും തിരിഞ്ഞു. അതിനിടയിലാണ് ഇപ്പോൾ പോത്തുണ്ടി ഭാഗത്ത് മാട്ടായി മേഖലയിൽ ഈ ചെന്താമരയുണ്ട് എന്ന പ്രാഥമിക വിവരം കിട്ടുന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ ഒടുക്കമാണ് ഈ മേഖലയിലേക്ക് എത്തിയത്. പക്ഷേ അധിക ദൂരം പോകാൻ കഴിയില്ല അല്ലേ ഇക്ബാൽ? കാരണം വെളിച്ചമില്ലാതെ, ഇപ്പോൾ വെളിച്ചമുണ്ടായിട്ടു തന്നെ ആ മേഖലയിലൂടെ പോവുക അതീവ ദുഷ്കരമാണ്. അരുൺ, തീർത്തും ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പോലീസ് ഈ വനത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. നിരവധി നാട്ടുകാർ ഇതിനോടകം തന്നെ അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളും മറ്റ് ടോർച്ചുകളും ഉപയോഗിച്ച് ഈ വനത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവർ വലിയ രീതിയിലുള്ള തിരച്ചിലാണ് നടത്തുന്നത്. എനിക്കൊപ്പം ഇപ്പോൾ ഈ നാട്ടിലെ യുവാക്കൾ ഉൾപ്പെടെയുണ്ട്. അവരെല്ലാം കയ്യിൽ കിട്ടിയിട്ടുള്ള ഓരോ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. ഏകദേശം ഈ വനത്തിനകത്തേക്ക് 1 കിലോമീറ്ററിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഓക്കെ ഇക്ബാൽ, ഞാൻ ഒന്ന് മുബഷീറിലേക്ക് കൂടി പോയി വരാം. ഇക്ബാൽ, സാവധാനം നടക്കുക. അവിടെ മുള്ളും മറ്റും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചെറിയ കിടങ്ങുകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വനത്തിനുള്ളിലേക്ക് അവിടെ ഒരു മുൾ ചെടിയുണ്ട്, മാത്രവുമല്ല മുള്ളുവേലിയുമുണ്ട്. അതിനെ മറികടന്ന് പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. വെളിച്ചമില്ലാതെ എങ്ങനെയാണ് ഈ മുള്ളുവേലിയൊക്കെ തിരിച്ചറിയാൻ കഴിയുക എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. മുബഷീർ, ഈ വെളിച്ചത്ത് പോലും നമുക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ഈ പ്രദേശത്തൂടെ പോവുക ദുഷ്കരമാണ്. അരുൺകുമാർ, ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട വിവരം, ഈ മാട്ടായി ഭാഗത്ത് ചെന്താമരയുടെ ഒരു സഹോദരിയുടെ വീട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇളയ സഹോദരി പോലീസിനെയും നാട്ടുകാരെയും അതിവിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ടായിരുന്നു അയാൾ ഇവിടെ എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അയാൾ ഇളയ സഹോദരിയുടെ വീട്ടിലേക്കാണ് എത്തിയതിരിക്കാമെന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ ഇത് സ്വാഭാവികമായിട്ടും ചെന്താമരയാണെന്ന് സ്ഥിരീകരിച്ചതോടുകൂടി ആ മേഖലകളിലുള്ള മറ്റു CCTVകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ ഒരു പരിശോധനയിൽ സ്വാഭാവികമായിട്ടും ഇളയ സഹോദരിയുടെ വീട്ടിലേക്ക് എത്തിയ ചെന്താമര അതുവഴി അവിടെ നിന്നും പൊത്തുണ്ടിയിലെ സ്വന്തം വീട്ടിലേക്ക് കടന്നു വരാനുള്ള ശ്രമമായിരിക്കാം നടത്തിയിരിക്കുന്നത്. നാടും നഗരവും കാടിളക്കിയുള്ള തിരച്ചിലുൾപ്പെടെ നടത്തുന്നുണ്ടെങ്കിലും ഒരു കൂസലുമില്ലാതെ ബന്ധുവീട്ടിലേക്ക് കടന്നു വരാൻ സ്വാഭാവികമായിട്ടും നാട്ടുകാർ ചോദിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ തൊട്ടപ്പുറത്താണ് ഇളയ സഹോദരിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരുപക്ഷെ ആ മേഖലയിലേക്ക് എത്തി അവരെ കണ്ടതിനു ശേഷം ഭക്ഷണമൊക്കെ തന്നെ കഴിച്ചതിനു ശേഷം സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാനായിരിക്കാം പ്രതി ശ്രമിച്ചത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ പെട്ടതോടുകൂടി പോലീസ് അത് സ്ഥിരീകരിക്കുന്നു. അതുവഴി സ്വാഭാവികമായിട്ടും പോലീസ് അയാളുടെ പിന്നാലെ ഓടുന്നുണ്ട്.